നിങ്ങൾ ഒന്ന്, എന്നാൽ നിങ്ങൾ രണ്ടാണ്. നിങ്ങളുടെ ഉള്ളിലെ രണ്ട് വ്യക്തികൾ. നിങ്ങൾ ഒരാളാണെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷേ നിങ്ങൾ ഒന്നല്ല, നിങ്ങൾ രണ്ടാണ്. നിങ്ങൾ പഠിക്കാനും ജോലി ചെയ്യാനും കഠിനാധ്വാനം ചെയ്യാനും ആഗ്രഹിക്കുന്നു, പക്ഷേ മറ്റേയാൾ പറയുന്നു, വേണ്ട, ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞു ചെയ്യാം. നിങ്ങൾ റീൽസിലും സോഷ്യൽ മീഡിയയിലും സമയം കളയാതിരിക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റേയാൾ പറയുന്നു, ഇന്ന് ചെയ്യാം, നാളെ മുതൽ നിർത്തിയാലോ. നിങ്ങൾ സമയം നോക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നു, മറ്റേയാൾ പറയുന്നു, 2 മിനിറ്റ് ഇൻസ്റ്റാഗ്രാം നോക്കാം. 1 മണിക്കൂർ പോയി. നിങ്ങൾ പറയുന്നു, ഇല്ല, ഇത് ചെയ്യുന്നത് തെറ്റാണ്. മറ്റേയാൾ പറയുന്നു, നമുക്ക് ചെയ്യാം, സയൻസും ഇതുതന്നെയാണ് പറയുന്നത്, ഇത് സ്ട്രെസ് കുറയ്ക്കും, ഇതിൽ തെറ്റില്ല. നിങ്ങൾ പറയുന്നു, ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമായി. മറ്റേയാൾ പറയുന്നു, ഒരു 15 മിനിറ്റ് കൂടി. നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റേയാൾ രാവിലെ കണ്ണു തുറന്ന ഉടൻ അലാറം ഓഫ് ചെയ്യുന്നു. നിങ്ങൾ പറയുന്നു, ഇനി മുതൽ ഞാൻ ഹെൽത്തിയായി മാത്രം ഭക്ഷണം കഴിക്കും. മറ്റേയാൾ പറയുന്നു, ഇത്രയും കഴിച്ചാൽ എന്ത് മാറ്റം വരാനാണ്? ഇന്ന് കഴിക്കാം. നിങ്ങൾ പറയുന്നു, ഒരു 10 മിനിറ്റ് മെഡിറ്റേഷനോ വ്യായാമമോ ചെയ്യാം. അയാൾ പറയുന്നു, ഒരു ദിവസം കൊണ്ട് ഏത് ബോഡിയാണ് ഉണ്ടാവാൻ പോകുന്നത്? ഏത് ബുദ്ധിയാണ് കൂടാൻ പോകുന്നത്? നിങ്ങൾ പറയുന്നു, സമ്പന്നനാവണം, പണം സമ്പാദിക്കണം, നിങ്ങൾക്കും കുടുംബത്തിനും നല്ലൊരു ജീവിതം നൽകണം. മറ്റേയാൾ പറയുന്നു, എളുപ്പമല്ല സഹോദരാ, അതെല്ലാം വെറും മോഹമായാണ്. നെറ്റ്ഫ്ലിക്സ് തുറക്കൂ. ഇവ ഞാൻ ചില ഉദാഹരണങ്ങൾ തന്നതാണ്, പക്ഷെ നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടും. ആഴ്ചയിൽ 1500 മുതൽ 3000 തവണ, മാസത്തിൽ 6000 മുതൽ 15000 തവണ, വർഷത്തിൽ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം തവണ വരെ പല കാര്യങ്ങളെക്കുറിച്ചും ഈ രണ്ടുപേർ തമ്മിൽ തർക്കങ്ങൾ നടക്കുന്നു. ഇതിൽ എത്ര തവണ ആരാണ് ജയിക്കുന്നത് തോൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ശീലങ്ങൾ, അത് നല്ലതായാലും ചീത്തയായാലും, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു, ഇതെല്ലാം ഇതിന്റെ ഫലമാണ്. ഈ വീഡിയോ വെറും 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ഈ 2 ആളുകളെയും ഒന്നാക്കി മാറ്റും. നിങ്ങളുടെ ഉള്ളിലെ 2 ആളുകൾ ഒന്നായിത്തീരുമ്പോൾ അവർ രണ്ടല്ല, ഒന്നായിരിക്കും. ആ ഒന്ന് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ശീലവും ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കാൻ കഴിയും, ഏത് ശീലവും ഉപേക്ഷിക്കാൻ കഴിയും, ജീവിതത്തിൽ എന്തും നേടാൻ കഴിയും. വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഒരു മുന്നറിയിപ്പ്. 21 ദിവസത്തേക്ക് സ്വന്തം ജീവിതത്തെയും നിങ്ങളെയും ഒരു മൂന്നാമത്തെ വ്യക്തിയായി മാറി നിന്ന് കാണാൻ തയ്യാറുള്ളവർക്ക് വേണ്ടി മാത്രം. ഞാൻ പറയുന്ന ചില അസാധാരണമായ കാര്യങ്ങൾ കേൾക്കാനും ചെയ്യാനും തയ്യാറുള്ളവർക്ക് മാത്രം വീഡിയോ തുടരാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉപേക്ഷിച്ചു പോകണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. പോകാത്തവരോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ തിരക്കിട്ട സമയത്തിൽ നിന്ന് ഒരു 10 മുതൽ 12 വരെ മിനിറ്റ് കണ്ടെത്തി ഈ വീഡിയോ പൂർണ്ണ ശ്രദ്ധയോടെ കാണുക. കാരണം ഇത് ഒരു സാധാരണ വീഡിയോ അല്ല. ഇത്തരം വീഡിയോ ഞാൻ വർഷത്തിൽ ഒരിക്കലാണ് കൊണ്ടുവരാറുള്ളത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. തുടങ്ങാം. 1. മൂന്നാമത്തെയാൾ, നിങ്ങൾ, ദി കൺട്രോളർ. ഒന്നാമതായി നിങ്ങൾ ഇത് അംഗീകരിക്കണം. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ 2 ആളുകളും മൂന്നാമത്തെയാൾ, അതായത് നിങ്ങൾ അവരെ അനുവദിക്കുന്നതുവരെ സ്വന്തമായി ഒന്നും ചെയ്യില്ല. ഈ നല്ലവനായ ചീത്തയായ വ്യക്തികളിൽ ആരുടെ വാക്ക് കേൾക്കണം എന്നത് പൂർണ്ണമായും നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്ന നല്ല വ്യക്തി പറയുന്നു, കുറച്ച് പഠിക്കാം, ജോലി ചെയ്യാം. മറ്റേ ദുഷ്ടനായ വ്യക്തി പറയുന്നു, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഒരാൾ പറയുന്നു, ശ്രദ്ധ തെറ്റിക്കരുത്, പിന്നെ നോക്കാം. മറ്റേയാൾ പറയുന്നു, 1 മിനിറ്റല്ലേ, നോക്കിയിട്ട് വരാം. ഇതിൽ ആരുടെ വാക്ക് കേൾക്കണം എന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. രസകരമായ കാര്യമെന്തെന്നാൽ ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നതിനാൽ നിങ്ങൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞതിനു ശേഷം മാത്രമേ നിങ്ങൾ ആരുടെ വാക്കാണ് കേട്ടതെന്ന് മനസ്സിലാക്കൂ. മാസ്റ്റർബേറ്റ് ചെയ്ത ശേഷം മനസ്സിലാക്കുന്നു, ചെയ്യരുതായിരുന്നു. അലാറം സ്നൂസ് ചെയ്ത് 2 മണിക്കൂർ ഉറങ്ങിയ ശേഷം മനസ്സിലാക്കുന്നു, തെറ്റ് ചെയ്തു. 2 മണിക്കൂർ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിച്ച ശേഷം മനസ്സിലാക്കുന്നു, സമയം പാഴായി. ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഒരു അസ്വാസ്ഥ്യവും തോന്നുന്നില്ല. അതുകൊണ്ടാണ് 95% ആളുകളും മോശം ശീലങ്ങൾക്ക് അടിമകളാകുന്നത്. ഇതെങ്ങനെ ഓരോ കാര്യവും സ്ലോ മോഷനിൽ കാണാം. എങ്ങനെ ശക്തരായ ആളുകൾ അവരുടെ ഉള്ളിലെ ചീത്ത മനുഷ്യനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു, അവർ ആഗ്രഹിക്കുന്നതെല്ലാം എങ്ങനെ വളരെ എളുപ്പത്തിൽ നേടുന്നുവെന്നും നമ്മൾ മുന്നോട്ട് പഠിക്കും. വിഷമിക്കേണ്ട ഓരോ കാര്യവും ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാം. നിങ്ങളുടെ 1 മിനിറ്റ് പോലും ഞാൻ വെറുതെ കളയില്ല. 2. ദുഷ്ടന്റെ ശക്തി, വികാരങ്ങൾ, ഇമോഷൻസ്, നിങ്ങളുടെ ശക്തി, യുക്തി, ലോജിക്. ചില ആളുകൾക്ക് തങ്ങൾ ഉള്ളിലെ ദുഷ്ടന്റെ അടിമയായി കഴിഞ്ഞെന്ന് പോലും അറിയില്ല. അവരുടെ ഉള്ളിലെ നല്ല മനുഷ്യൻ പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ടാകും. ഉദാഹരണത്തിന്, പല ലഹരിക്ക് അടിമകളായവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അവർക്ക് എന്തു ചെയ്യണം, എന്തു ചെയ്യേണ്ട എന്ന് ഒരു സംശയവുമുണ്ടാകില്ല. അല്ലെങ്കിൽ തീവ്രവാദികൾ, അവരുടെ ലക്ഷ്യം വ്യക്തമാണ്. അവർക്ക് സ്വയം മെച്ചപ്പെടുത്തൽ, നല്ലത് ചീത്ത, ശരി തെറ്റ്, ആത്മനിയന്ത്രണം, ആത്മീയത എന്നിവയൊന്നും അറിയില്ല. മറ്റൊരു വശത്ത് നിങ്ങൾ സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളവർ, കുറച്ചെങ്കിലും ആത്മനിയന്ത്രണവും അവബോധവും വികസിപ്പിച്ചവർ. ശരി, ഏത് തെറ്റ് ഏത് എന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ദുഷ്ടന് നിങ്ങളെ നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല.
അതുകൊണ്ട് അവൻ നിങ്ങളെ വ്യാജയുക്തികൾ ഉപയോഗിച്ച് പരാജയപ്പെടുത്തുന്നു. ഇവിടെ ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ ഉള്ളിലെ ദുഷ്ടന്റെ ഏറ്റവും വലിയ ശക്തി വികാരങ്ങളും ഫീലിംഗുകളുമാണ്. നല്ല വ്യക്തിയുടെ ശക്തിയുക്തിയും ലോജിക് വിമർശനാത്മക ചിന്തയും ക്രിട്ടിക്കൽ തിങ്കിംഗ് ആണ്. ഇതാണ് ഏറ്റവും വലിയ വഴിത്തിരിവ്. ഇവരുടെ ശക്തികൾ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ദുർബലതയും. ഇതൊരു കൗണ്ടർ അറ്റാക്കാണ്. ഈ അവസരം മുതലെടുത്ത് നമ്മുടെ ഉള്ളിലെ ദുഷ്ടൻ നല്ലവനെ തോൽപ്പിക്കാൻ അവന്റെ യുക്തികൾ ഉപയോഗിക്കുന്നു. നല്ല വ്യക്തി ചിന്തിക്കുന്നു, ഇനി പഠിക്കണം, ജോലി ചെയ്യണം. ദുഷ്ടൻ പറയുന്നു, ഇല്ല, നാളെ മുതൽ ഉറപ്പായും പഠിക്കാം. അവൻ നാളെയോ മറ്റന്നാളോ പഠിക്കില്ല എന്ന് പറയില്ല. അത് കേട്ടാൽ നിങ്ങൾക്ക് ടെൻഷനാകുമെന്നും അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ലെന്നും അവനറിയാം. അതിനാൽ നിങ്ങളെ അല്ലെങ്കിൽ നല്ല വ്യക്തിയെ തോൽപ്പിക്കാൻ അവൻ യുക്തികൾ ഉപയോഗിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പഠിക്കാം, ഭക്ഷണം കഴിച്ച ശേഷം പഠിക്കാം. ഇപ്പോൾ മൂഡില്ല, മൂഡ് വരുമ്പോൾ കൂടുതൽ പ്രൊഡക്റ്റീവാകും. നാളെ തിങ്കളാഴ്ചയാണ്, നാളെ തുടങ്ങാം. മറ്റന്നാൾ 1-ാം തീയതിയാണ്, പുതിയ മാസം. അവൻ എന്തെങ്കിലും ഒരു യുക്തി കണ്ടെത്തും. 10-ാം തീയതി, 15-ാം തീയതി പുതുവത്സരം, ഹോളിക്ക് ശേഷം, ദീപാവലിക്ക് ശേഷം. നിങ്ങൾ പറയുന്നു, ശരിയാണ്, ഇങ്ങനെ ചെയ്യാം. ഈ പാറ്റേൺ എല്ലായിടത്തുമുണ്ട്. നിങ്ങൾ നോഫാബ് അനുഷ്ഠിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോഡലിന്റെ ഫോട്ടോ കണ്ടാൽ അവൻ പറയുന്നു, ഒന്ന് നോക്കുന്നതിൽ എന്താണ് തെറ്റ്? പിന്നെ പറയുന്നു, ഒന്ന് സൂം ചെയ്തു നോക്കാം. പിന്നെ പറയുന്നു, ആ ടാബ് ഒന്ന് തുറന്നു നോക്കാം. ഒന്നും ചെയ്യില്ല. ഇങ്ങനെ പതിയെ യുക്തി മാറുന്നു. ഇന്ന് ഒരു ദിവസം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? സയൻസും പറയുന്നു, ഇത് സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതാണ്, ആരോഗ്യകരമാണ്. നിങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾ ഡയറ്റിലാണ്. കൂട്ടുകാർ പിസ്സ കഴിക്കുന്നു. നല്ലവൻ പറയുന്നു, വേണ്ട, മറ്റെന്തെങ്കിലും കഴിക്കാം. ദുഷ്ടൻ പറയുന്നു, കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ. ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആവേണ്ട കാര്യമില്ല. കൂട്ടുകാർ എല്ലാ ദിവസവും പറയുന്നതല്ലല്ലോ. നിങ്ങൾ കഴിക്കുന്നു. നിങ്ങൾ പഠിക്കുകയോ ജോലി ചെയ്യുകയാണ്. ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നു. അവൻ പറയുന്നു, നോക്കൂ, പ്രധാനപ്പെട്ട എന്തെങ്കിലും മെസ്സേജ് ആയിരിക്കും. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അവൻ പറയും, ഒരുപക്ഷെ 10 ദിവസമായി മറുപടി തരാത്ത ഗേൾഫ്രണ്ടിന്റെ മെസ്സേജ് ആയിരിക്കും. പിന്നെ 1 മണിക്കൂർ സ്ക്രോളിംഗിൽ പോകും. ഇങ്ങനെ എവിടെ നോക്കിയാലും അവൻ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും വ്യാജയുക്തി വെച്ച് നിങ്ങളെ സമ്മതിപ്പിക്കും. അതായത് നിങ്ങളുടെ ശത്രു പുറത്തല്ല, സ്മാർട്ട് ഫോണോ മോശം ശീലങ്ങളോ മടിയോ പ്രൊക്രസ്റ്റിനേഷനോ അല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ ദുഷ്ടനാണ്. 3. ദുഷ്ടനെ തകർക്കാനുള്ള 3 നിയമങ്ങൾ. നിങ്ങളുടെ ഉള്ളിലെ ഈ ദുഷ്ടനെ ദുർബലപ്പെടുത്തി ഇല്ലാതാക്കാനും നല്ല വ്യക്തിയെ ശക്തനാക്കാനുമുള്ള അടുത്ത 3 നിയമങ്ങളിതാ. ഒരൊറ്റ നിയമം പോലും നിങ്ങൾ ഒഴിവാക്കരുത്. നിയമം 1. വിപരീത കൽപ്പനയുടെ നിയമം, ലോ ഓഫ് ഓപ്പോസിറ്റ് കമാൻഡ്. ഈ നിയമം അവനെ നേരിട്ട് ആക്രമിക്കുന്നു. ഇത് അവനെ തല്ലിച്ചതയ്ക്കും. അതുവഴി അവൻ വളരെ ദുർബലനാകും, ഏതാണ്ട് ഇല്ലാതാകും. ഇതുവരെ നിങ്ങൾ ഈ ദുഷ്ടന്റെ വാക്ക് കേൾക്കുകയായിരുന്നു, അവൻ പറയുന്നത് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ എന്തു പറഞ്ഞാലും അതിന് ഉടൻ വിപരീതം ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് 11 മണിക്ക് ഉറങ്ങണമെന്ന് അറിയാം. മറ്റേയാൾ പറയുന്നു, ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാം. ഇവിടെ നിങ്ങളൊരു പ്രത്യേക ഈഗോയോടെ നിൽക്കണം. പകൽ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് ഉറങ്ങുക. നിങ്ങളുടെ ഉള്ളിലെ ഈ നെഗറ്റീവ് വ്യക്തിയെ ചലഞ്ച് ചെയ്യുക. അവന്റെ ഒരു വാക്കും നിങ്ങൾ അനുസരിക്കരുത്. അവൻ പറയുന്നു, ഇപ്പോൾ ഫോൺ നോക്ക്. നിങ്ങൾ പറയുക, ഇല്ല, ഇപ്പോൾ തന്നെ ഫോൺ ഓഫ് ചെയ്യുക. അവൻ പറയുന്നു, കുറച്ച് റിലാക്സ് ചെയ്യൂ. നിങ്ങൾ പറയുക, ഇല്ല, ഇപ്പോൾ ജോലി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ജോലിയിൽ ഇരിക്കുക. പഠിക്കാൻ മൂടില്ല. നിങ്ങൾ പറയുക, ഇല്ല, ഈ സമയത്ത് തന്നെ പഠിക്കാനിരിക്കുക. 10 മിനിറ്റ് കൂടി ഉറങ്ങാം. നിങ്ങൾ പറയുക, ഈ വാക്ക് ഞാൻ വർഷങ്ങളായി കേൾക്കുന്നു. ഇപ്പോൾ തന്നെ എഴുന്നേൽക്കുക. അവൻ പറയും, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം. നിങ്ങൾ പറയുക, അതിനർത്ഥം ഇപ്പോൾ തന്നെ ചെയ്യണം. നാളെയെന്നത് ഒരിക്കലും വന്നിട്ടില്ല. ഇതാണ് വിപരീത കൽപ്പനയുടെ നിയമം, ലോ ഓഫ് ഓപ്പോസിറ്റ് കമാൻഡ്. ഇതൊരു മോട്ടിവേഷനാണ്. ഇതുകൊണ്ട് കാര്യമില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ശ്രദ്ധിക്കുക, ഇത് നിങ്ങളോട് ആരാണ് പറയുന്നത്? അവൻ വളരെ തന്ത്രശാലിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവൻ നിങ്ങൾക്കറിയാതെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്തതെല്ലാം ചെയ്യിപ്പിക്കും. വിഷമിക്കേണ്ട, അടുത്ത നിയമത്തിൽ ഇതിനും പരിഹാരമുണ്ട്. നിങ്ങളിത് ചെയ്യുമ്പോൾ അവന് ഞെട്ടലുണ്ടാകും. ഇതെന്താണ് സംഭവിക്കുന്നത് എന്നു പറഞ്ഞ് അവൻ ഒച്ചവെക്കും. കാരണം അവന്റെ കാര്യം നടക്കുന്നില്ല. നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ, കോൾഡ് ഷവർ, അവൻ പറയും, ചെയ്യരുത്, തണുത്തു മരവിച്ചു പോകും. നിങ്ങൾ ഫോൺ മാറ്റിവെക്കുമ്പോൾ അവൻ പറയും, ജീവിതം എന്തിനാണ് ബോറടിപ്പിക്കുന്നത്? പക്ഷേ അവന്റെ എല്ലാ വാക്കുകൾക്കും നിങ്ങൾ വിപരീതം ചെയ്താൽ 7 ദിവസത്തിനുള്ളിൽ അവൻ വളരെ ദുർബലനാകും. 21 ദിവസത്തിനുള്ളിൽ അവന്റെ ശബ്ദം ഒരു പശ്ചാത്തല ശബ്ദം മാത്രമായി മാറും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ യാന്ത്രികമായി ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നുണ്ടാകും. 2. യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. 1. ഡേവിഡ് ഗോഗിൻസ്. ഇദ്ദേഹം ഈ കാര്യം ചെയ്ത് ലോകത്തിലെ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായി, ടഫസ്റ്റ് മാൻ അലൈവ്, സ്വയം മാറി. നമ്മൾ സാധാരണക്കാർ എന്തു ചെയ്യും? എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ മണിക്ക് എഴുന്നേൽക്കും. എന്നാൽ തണുപ്പുണ്ടെങ്കിൽ വൈകി എഴുന്നേൽക്കും. ഡേവിഡ് ഗോഗിൻസ് നേരെ തിരിച്ചാണ്. എല്ലാ ദിവസവും എഴുന്നേറ്റ് 20 കിലോമീറ്റർ ഓടും. പക്ഷേ മഞ്ഞോ മഴയോ ഉള്ള ദിവസങ്ങളിൽ 40 കിലോമീറ്റർ ഓടും. മനസ്സിലായോ?
സാധാരണ ഒരാൾ എങ്ങനെ ചിന്തിക്കും? നല്ല മൂടുള്ളപ്പോൾ ജോലി ചെയ്യാം, ഇന്ന് മൂടില്ല, ഇന്ന് വിശ്രമിക്കാം. എന്നാൽ ഇദ്ദേഹം നേരെ വിപരീതം ചെയ്യുന്നു. ഇതാണ് വിപരീത കൽപ്പനയുടെ നിയമം. ഇത് പരിശീലിച്ചാണ് അദ്ദേഹം സ്വയം ടഫസ്റ്റ് മാൻ അലൈവാക്കിയത്. 2. അഡിക്ഷൻ. എന്റെ ഒരു ബന്ധുവിന് കുറേക്കാലമായി കറുപ്പ് ഓപ്പിയം ഡോഡി ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നു. പലതവണ ശ്രമിച്ചിട്ടും നിർത്താൻ കഴിഞ്ഞില്ല. ഇത്തവണ വീണ്ടും ശ്രമിച്ചു. 5 മുതൽ 6 വരെ ദിവസമായി എടുത്തില്ല. പക്ഷേ മനസ്സ് വീണ്ടും അതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇത്തവണ അദ്ദേഹം എന്തു ചെയ്തു എന്നറിയാമോ? പോയി 1 കിലോ അല്ലെങ്കിൽ അര കിലോ വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് മനസ്സിൽ ഒരു സീനിയർ ഈഗോ ഉണ്ടാക്കി. ആ പൊതി തന്റെ മുന്നിൽ വെച്ചു. എന്നിട്ട് സ്വന്തമായി പറഞ്ഞു, ഇപ്പോൾ എടുത്തു കാണിക്കൂ, കൺസ്യൂം ചെയ്ത് കാണിക്കൂ. മുന്നിൽ വെച്ച് സ്വയം വെല്ലുവിളിച്ചു. ഇപ്പോൾ 3 മുതൽ 4 വരെ മാസമായി അദ്ദേഹം ആ അഡിക്ഷനിൽ നിന്ന് പൂർണ്ണമായും മുക്തനാണ്. നിങ്ങളും ഇതുതന്നെ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ ദുഷ്ടൻ എന്തു പറഞ്ഞാലും ഉടൻ അതിന്റെ വിപരീതം ചെയ്യുക. നിങ്ങളുടെ ഈഗോ ഇവിടെ തകരരുത്. അവൻ എന്തു പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കരുത്. നിയമം 2. നിരീക്ഷകൻ ആകുക. ബി ദി ഒബ്സർവർ. ഈ രണ്ടാമത്തെ വ്യക്തി വളരെ തന്ത്രശാലിയാണ്. 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിലെ ദുഷ്ടൻ ഏതാണ്ടില്ലാതാകും. പക്ഷേ അവന്റെ കൽപ്പന എപ്പോഴാണ്, ആരാണ് തരുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ വിപരീത കൽപ്പന പ്രവർത്തിക്കൂ. ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുവേണ്ടിയാണ് ഈ ഏറ്റവും ശക്തമായ നിയമം. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു റിയാലിറ്റി ചെക്ക് തരാം. വീഡിയോ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളോടോ ഈ ദുഷ്ടനോടോ ചോദിക്കൂ, നീ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? നിന്റെ അടുത്ത ചിന്ത എന്താണ്? നിങ്ങൾ നോക്കുക. അവൻ പെട്ടെന്ന് നിശബ്ദനാകും. മനസ്സ് പൂർണ്ണമായും ബ്ലാങ്കാകും. നിങ്ങൾക്ക് ഒരു മറുപടിയും കിട്ടില്ല. ഇതിന്റെ കാരണം മനസ്സിലാക്കാം. ഇതുവരെ നിങ്ങളുടെ ജീവിതം ഓട്ടോ പൈലറ്റ് മോഡിലാണ് നടന്നിരുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ചീത്തയുടെയോ നല്ലതിന്റെയോ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ആരാണ്, എപ്പോഴാണ്, എന്തിനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ ഫോൺ എടുക്കുക, ജോലി മാറ്റിവെക്കുക, മടി പിടിക്കുക, മനസ്സിൽ വന്നത് കഴിക്കുക. മനസ്സിൽ വന്നപ്പോൾ വീഡിയോ തുറന്നു, മനസ്സിൽ വന്നപ്പോൾ അടച്ചു. ഒരു നിമിഷം വാക്കുകൊടുക്കുക, ഇനി ഞാനിത് ചെയ്യും. അടുത്ത നിമിഷം സ്വന്തം വാക്ക് തെറ്റിക്കുക. 5. വ്യത്യസ്ത മോശം ശീലങ്ങൾ ചെയ്യുക. പഠിക്കാനിരുന്നപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുക. മനസ്സിൽ റീലുകളും പാട്ടുകളും ഓടുക. ഇതൊക്കെ സംഭവിക്കുന്നില്ലേ? എന്തുകൊണ്ട്? കാരണം നിങ്ങൾ അവിടെയില്ല. മറ്റാരോ ആണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ആ എക്സ്പെരിമെന്റ് വീണ്ടും ചെയ്യുക. ചോദിക്കൂ, നീ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? അവൻ നിശബ്ദനാകും. കാരണം ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ വന്നു. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ മാറുമ്പോൾ, നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ ജീവിതം വീണ്ടും ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകുന്നു. അതേ പഴയ ഓർമ്മകൾ, അതേ ചിന്തകൾ, അതേ ഓവർ തിങ്കിങ്, അതേ 4 കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഫോൺ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷനില്ല, വൈബ്രേഷനില്ല, ഒന്നുമില്ല. പക്ഷേ കൈതാനെ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം തുറക്കുന്നു. ഇതാര് ചെയ്തു? നിങ്ങൾ സ്വയം ചോദിച്ചു. ആരാണ് ചോദിക്കുക? നിങ്ങൾ അവിടെയില്ല സഹോദര. ഇനി നിങ്ങൾ എന്തു ചെയ്യണം? ശ്രദ്ധയോടെ കേൾക്കുക. ചിന്തകളില്ലാതെ നിങ്ങൾക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുമോ? ജിമ്മിൽ പോകണം, പഠിക്കണം, മൊബൈൽ ഉപയോഗിക്കണം, ഭക്ഷണം കഴിക്കണം. ആദ്യം ചിന്ത വരുന്നു, എന്നിട്ട് പ്രവൃത്തി ചെയ്യുന്നു. നേരിട്ടുള്ള പ്രവൃത്തി സാധ്യമല്ല, അല്ലേ? എന്നാൽ പ്രശ്നമെന്തെന്നാൽ ചിന്തകളെ പോകട്ടെ, നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ പോലും കാണാൻ കഴിയുന്നില്ല. നമ്മൾ എത്ര ബോധമില്ലാത്തവരാണ്. അതായത് ബോധത്തോടെ അവയർനെസ് ഇരിക്കുക എന്നതാണ് ഇതിന്റെ പരിഹാരം. നമ്മൾ പൂർണ്ണമായും ബോധാവസ്ഥയിൽ കോൺഷ്യസ്നസ് ആയിരിക്കുമ്പോൾ ഇതൊന്നും സംഭവിക്കില്ല. എല്ലാം നിങ്ങൾക്ക് സ്ലോ മോഷനിൽ കാണാൻ കഴിയും. ദിവസത്തിൽ 2 നേരം നിങ്ങൾ സ്വയം ഇരിക്കുക. എന്നിട്ട് ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ ശരീരം, അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാന സംഗീതം. നിങ്ങളുടെ പ്രായം എത്രയാണോ അത്രയും മിനിറ്റ് നിങ്ങൾ ഇരിക്കുക. മനസ്സ് ഓടിപ്പോകും, അതിനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും ഓടിപ്പോകുമ്പോൾ അത് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരിക. ഇതുകൊണ്ട് കാര്യമില്ല, മനസ്സ് ഏകാഗ്രമാവുന്നില്ല. ഞങ്ങൾ ഇത് മുൻപ് ചെയ്തു നോക്കിയതാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഇതും ഒരു പരിശീലനമാണ്. ആദ്യം 1 മിനിറ്റിൽ 20 തവണ ഓടിപ്പോകും. നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ പിന്നെ 10 തവണ, പിന്നെ 5 തവണ, പിന്നെ 2 മിനിറ്റിൽ 10 തവണ, 5 തവണ, അങ്ങനെ 5 മിനിറ്റിൽ 5 തവണ. ഇങ്ങനെ പരിശീലിക്കുമ്പോൾ ഒരു സമയം വരും, നിങ്ങൾ പൂർണ്ണമായും കോൺഷ്യസ് ആകും. നിങ്ങൾ ചിന്തകളിൽ നിന്ന് വിമുക്തനാകും. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് വേർപിരിയുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കുന്നത്. ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് മാറ്റം കണ്ടുതുടങ്ങും. ഈ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഇത് കൂടുതൽ പരിശീലിച്ചാൽ നിങ്ങൾ സീറോ തോട്ട് സ്റ്റേറ്റ് എന്ന അവസ്ഥയിലെത്തും. ഇത് ലോകത്തിലെ ഏറ്റവും ശക്തമായ അവസ്ഥയാണ്. ശീലങ്ങൾ മാറ്റുക, ശ്രദ്ധ വർദ്ധിപ്പിക്കുക, ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്കും ചിന്തിക്കാൻ കഴിയില്ല. മറ്റൊരാളുടെ ചിന്തകൾ അതേപടി വായിക്കാൻ കഴിയുക. ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക. പഠിക്കുമ്പോൾ പേജ് നമ്പർ സഹിതം ഓരോ കാര്യവും ഓർമ്മയിൽ വരിക. നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സംഭവിക്കും. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. കാരണം ഇപ്പോൾ ചിന്തകൾ പോകട്ടെ, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും നമുക്കറിയില്ല.
അതിനാൽ ആദ്യം ഇത് ചെയ്ത് നിങ്ങളുടെ അടിത്തറ ഉണ്ടാക്കുക. നിയമം 3. ഉപബോധ മനസ്സിന്റെ ഭാഷ, ദ ലാംഗ്വേജ് ഓഫ് ദ സബ്കോൺഷ്യസ് മൈൻഡ്. ഇപ്പോൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ചിന്തകൾ ഓടിച്ച് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയും. എങ്ങനെ? ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഈ നെഗറ്റീവ് വ്യക്തിയുടെ ശക്തി വികാരങ്ങളും ഫീലിംഗുകളുമാണ്. നല്ല വ്യക്തിയുടെ ശക്തിയുക്തിയും വിമർശനാത്മക ചിന്തയുമാണ്. അപ്പോൾ അവൻ നല്ലവനെ തോൽപ്പിക്കാൻ യുക്തികൾ ഉപയോഗിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾ വികാരങ്ങളും ഫീലിംഗുകളും അവനെ തോൽപ്പിക്കാൻ ഉപയോഗിക്കുക. ഈ ദുഷ്ടൻ നിങ്ങളുടെ ശത്രുവല്ല. ചെറുപ്പം മുതൽ ഇന്ന് വരെ ഈ പാവത്തിന്റെ പ്രോഗ്രാമിംഗ് അങ്ങനെയായിരുന്നു. ഈ വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് സത്യം, എന്താണ് കള്ളം എന്നതിനറിയില്ല. ഇതാണ് അതിന്റെ തെറ്റ്. നിങ്ങളൊരു സിനിമ കാണുമ്പോൾ അത് കള്ളമാണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് രസം തോന്നാറില്ലേ? കാരണം അതിൽ ഫീലിംഗുകളും വികാരങ്ങളുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ശീലം ദിവസവും ആവർത്തിച്ച് വികാരത്തോടെയും വിശ്വാസത്തോടെയും ഫീൽ ചെയ്തുകൊണ്ട് സ്വയം പറയുക, വിഷ്വലൈസ് ചെയ്യുക. കാരണം അവന്റെ ഭാഷ ഇതുതന്നെയാണ്. ഇതിന്റെ ഫലം കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ 5 മിനിറ്റ് എക്സ്പെരിമെന്റ് ചെയ്യുക. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഇരിക്കുക, കണ്ണടയ്ക്കുക, ദീർഘമായി ശ്വാസമെടുക്കുക. എന്നിട്ട് സ്വയം പറയുക, ഞാൻ രാവിലെ കൃത്യം പുലർച്ചെ 5 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് എഴുന്നേൽക്കുന്നു. ഷൂസ് ഇട്ട് പുറത്തിറങ്ങുന്നു, ഓടുകയോ നടക്കുകയോ ചെയ്യുന്നു. ഈ കാര്യം 10 മുതൽ 12 വരെ തവണ അത് ശരിക്കും നിങ്ങൾ ചെയ്യുന്നു എന്ന പോലെ പൂർണ്ണമായും ഫീല് ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ചെയ്യുക. വെറും 5 മിനിറ്റ് ഇത് ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങുക. എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങളുടെ കണ്ണ് രാവിലെ കൃത്യം പുലർച്ചെ 5 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് തുറക്കും. നിങ്ങൾ എളുപ്പത്തിൽ എഴുന്നേറ്റ് പോകുന്നുണ്ടാകും. ഇത്രയും ശക്തമാണ് ഈ കാര്യം. നിങ്ങൾ നടന്നു പോകുമ്പോൾ ഞാൻ സൂപ്പർ കോൺഫിഡന്റ് ആണ്, ഞാൻ ബെസ്റ്റാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ നടക്കാൻ തുടങ്ങും. ശരീരം അതിനനുരിച്ച് പ്രതികരിക്കും. നിങ്ങൾ ഞാൻ ടാലന്റഡ് ആണ്, ഞാൻ ജീനിയസ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക അനുഭവമുണ്ടാകും. ഈ കാര്യം നിങ്ങൾക്ക് ഏത് ശീലത്തിലും ഏത് കാര്യത്തിലും പ്രയോഗിക്കാം. കണ്ണടയ്ക്കുക, എന്നിട്ട് നിങ്ങൾ ആ ജോലി ഇപ്പോൾ തന്നെ ചെയ്യുന്നു എന്ന് സങ്കൽപ്പിക്കുക. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, ആത്മവിശ്വാസത്തോടെ നടക്കുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു, ഫോൺ അവഗണിച്ച് ശ്രദ്ധയോടെ പഠിക്കുന്നു. ഏതെങ്കിലും ശീലം ഉപേക്ഷിക്കണമെങ്കിൽ ഇത് ചെയ്യുന്ന വ്യക്തി നിങ്ങളല്ല എന്ന് സങ്കൽപ്പിക്കുക. ഇത് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്ന് സങ്കൽപ്പിക്കുക. അതായത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാനോ ഉണ്ടാക്കാനോ ഉള്ള ശീലവുമായി ബന്ധപ്പെട്ട് 5 മുതൽ 6 വരെ ശക്തമായ അഫർമേഷൻസ് ഉണ്ടാക്കുക. അവയെ വിഷ്വലൈസ് ചെയ്യുക. ദിവസത്തിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇത് ചെയ്യുക. എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ബോധവാനാണ്. നിങ്ങൾ ഏത് സിനിമയാണോ ഓടിക്കുന്നത് അത് ഉപബോധ മനസ്സ് സത്യമായി കാണും. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഉപബോധ മനസ്സ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് പ്രവർത്തികൾ എടുക്കുന്നത് അതിരുകളില്ലാതെ എളുപ്പമാകും. വിരാട് കോഹ്ലി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഷാരുഖ് ഖാൻ വരെ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ടെക്നിക്കാണിത്. സമാപനം. ഈ നിയമങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ശീലവും ഉപേക്ഷിക്കാൻ കഴിയും. സ്വയം കഠിനാധ്വാനവും ശരിയായ കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ കഴിയും. ജീവിതത്തിൽ ഏത് ലക്ഷ്യവും നേടാൻ കഴിയും. ഇപ്പോൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഐ അക്സെപ്റ്റ് ദി 21 ഡേ ചലഞ്ച്. ഐ അക്സെപ്റ്റ് ദ 21 ഡേ ചലഞ്ച്. നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ട 3 ശീലങ്ങൾ എഴുതിയിട്ട് പോകുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും എന്താണ് ചെയ്യുന്നത്, എപ്പോഴാണ് ജോലി ചെയ്യുന്നത്, എപ്പോഴാണ് സിനിമകളും വെബ് സീരീസുകളും കാണുന്നത്, എന്റെ ഒരു ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവായി ഇരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടേതായ ഒരു മികച്ച ദിനചര്യ ഉണ്ടാക്കാം. അത് പിന്തുടരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യാം. ഇതിന്റെ മുഴുവൻ റോഡ് മാപ്പും ഞാൻ ഈ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. സേവ് ലേറ്റർ ചെയ്യുക, പിന്നീട് കാണുക. എല്ലാവിധ ആശംസകളും. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.